ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. ആദ്യം തന്നെ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു 3-4 മണിക്കൂറോളം. ആദ്യം തന്നെ ഇതാ ഉഴുന്ന് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഉഴുന്നെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് പഴകിയ ഉഴുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അപ്പം നല്ല ഉഴുന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ. ഞാനിതാ ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. ഒരു 3-4 മണിക്കൂറോളം, 4 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അത്രയും നേരം കുതിർത്ത് വെക്കണം കേട്ടോ വെള്ളത്തിൽ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇത് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കണേ. അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇഞ്ചി അരച്ചെടുക്കുന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതാ ഒരു 2 ട്രിപ്പായിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പം ടൈറ്റ് ആവുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ, ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ കിട്ടൂല. അതിനുശേഷം ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുവട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരു 5-10 മിനിറ്റോളം അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉഴുന്നുവട. എന്തായാലും അതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതാ ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഉള്ളീൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം എടുത്തിട്ടുള്ളത്. അത് ഉള്ളി ആയതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ, കുഞ്ഞുള്ളി ആണെങ്കിൽ കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം കുരുമുളക് ഒന്ന് ചതച്ചതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കറിവേപ്പില കട്ട് ചെയ്തതും പിന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ പുട്ടുപൊടി ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉഴുന്നുവട നല്ല ക്രിസ്പി ആവാനായിട്ട്, അതിൻ്റെ പുറത്തൊക്കെ നല്ല ഒരു മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം കുറച്ച് ഒരു ഉണ്ട പോലെ കയ്യിലോട്ട് എടുത്തിട്ട് ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു പീസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇതുപോലെ തന്നെ മാവ് ഉഴുന്നുവടേൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ, കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നല്ല ബ്രൗൺ കളറായിട്ട് നല്ല കളർ മാത്രം വരും, പക്ഷെ ഉള്ളിൽ വെന്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അങ്ങനെ 2 സൈഡും കുക്കായതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി ഉഴുന്നുവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാ ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. വെറുതെ ചായൻ്റെ കൂടെയും കഴിക്കാം. നല്ല ക്രിസ്പി ആയ ഉഴുന്നുവടയാണ്. തേങ്ങാ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്